കോഴിക്കോട് KSRTC ഡിപ്പോയിൽ മദ്യപിച്ചെന്നാരോപിച്ച് ഡ്രൈവറെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് പരാതി. ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ടെന്നും മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഡ്രൈവർ. മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് ഡ്രൈവറുടെ ഉത്തരവാദിത്വമെന്നാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ നിലപാട്. ദീപക് മലയമ്മ ചേരുന്നു ഡ്രൈവർക്കൊപ്പം. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, നമ്മുടെ ഈ ഡ്രൈവർ കഴിച്ചിട്ടില്ലല്ലോ അല്ലേ? അരുൺകുമാർ, ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയതാണ് ഷിബീഷ് എന്ന പേരുള്ള ഡ്രൈവർ. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം തന്നെയുണ്ട്. ഈ പൊതുവെ KSRTCയിൽ ഡ്യൂട്ടിയിലേക്ക് എത്തുന്ന സമയത്ത് വാഹനത്തിൽ കയറുന്നതിന് മുൻപ് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച പരിശോധനയുണ്ട്. ബ്രീത്ത് അനലൈസറിൽ ഇന്ന് പരിശോധിച്ചു. എന്താ സംഭവിച്ചത്? രാവിലെ ഞാൻ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഡ്യൂട്ടിക്ക് വരുന്നതാണ്. പാവങ്ങാട് പോയി വണ്ടിയെടുത്ത് ഇവിടുത്തെ ഡിപ്പോയിൽ വന്ന് വണ്ടി വെച്ച് SMൻ്റെ അടുത്ത് വന്നിട്ട് ബ്രീത്ത് അനലൈസറിൽ ഊതണം. അപ്പോൾ ആ ഊതേരം 9 കാണിച്ചു. അപ്പോൾ നമ്മൾ ജോലിയും മാറ്റി നിർത്തി. അപ്പോൾ ഞാൻ ഈ അസുഖം കാരണം, ജലദോഷവും ചുമയും പനിയും കാരണം ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഹോമിയോ മരുന്ന് കഴിച്ചതാണോ എന്നറിയില്ല. 9 കാണിച്ചപ്പോൾ അവർ ജോലി തന്നെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ വെള്ളമടിക്കാതെ അങ്ങനെ മദ്യപിക്കാത്ത ഒരാളാണ്. ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. അപ്പോൾ മദ്യപിക്കാത്ത ഒരാൾ മദ്യപിച്ചെന്നും പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് എന്താ അറിയില്ല. അയ്യോ, അപ്പോൾ അതിൽ നമ്മൾ അതുമല്ല, ഈ ലോ മുഴുവൻ ഇത് കണ്ട് നമ്മളെ ഏറ്റവും വലിയൊരു അപമാനമാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. വെള്ളമടിക്കാത്ത ഒരാൾ വെള്ളമടിച്ച് മാറ്റി നിർത്തുന്ന പല ആൾക്കാരും വിളിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് ഇപ്പം മെഡിക്കൽ പരിശോധനയ്ക്ക് ഇവരോട് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല. പലവട്ടം നമ്മൾ പറഞ്ഞു വൈദ്യ പരിശോധന നടത്തിയിട്ട് എൻ്റെ നിരോധനം തെളിയിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല. പോലീസ് വന്നപ്പോഴെന്താ പറഞ്ഞു? പോലീസ് വന്നിട്ടും അവർ പറയുന്ന 30 കൂടുതലല്ലേ അവർ പരിശോധിക്കുള്ളൂ. അപ്പോൾ ഇതുവരെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നടപടി ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ നിൽക്കുന്നത്. കാരണം എൻ്റെ നിരോധനം തെളിയിക്കുന്നത് എൻ്റെ ഒരു കടമയാണ്. ഇതിന്റെ പേരിൽ ഇനി നടപടി ഉണ്ടായിക്കാൻ ട്രാൻസ്ഫറും മദ്യപിക്കാത്തൊരു മനുഷ്യനെ പിന്നെ നമ്മൾ അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്ന് ബ്രീത്ത് അനലൈസർ വഴി അത് രേഖപ്പെടുത്തുന്നത് എന്താണോ അത് തിരുവനന്തപുരത്തേക്ക് നൽകുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും തങ്ങൾക്ക് ചെയ്യാനില്ല എന്നുള്ളത് മാത്രമാണ് അവരുടെ വിശദീകരണം. അതുകൊണ്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോവുക എന്നുള്ളത് സ്റ്റേഷൻ മാസ്റ്ററുടെ ഉത്തരവാദിത്തം അല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേരത്തെ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് പരിശോധിക്കുമ്പോഴും 30% കൂടുതലുണ്ടെങ്കിൽ മാത്രമേ പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഷിബീഷിനെ സംബന്ധിച്ച് ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ആശുപത്രിയിൽ പോകണം, മെഡിക്കൽ പരിശോധന നടത്തണം. ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയില്ലേ? ബോധ്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജന്മത്തെ വെള്ളമടിക്കാത്ത ആളാണ്, മദ്യപിക്കാത്തൊരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാലോ, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. ഞാൻ ഈ ഒരു മരുന്നാണ് കുടിക്കുന്നത്. ആ മരുന്നിൻ്റെ സ്ലിപ്പും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ടാനോ. വേറൊരു സംഭവം എനിക്കില്ല. ഈ ബ്രീത്ത് അനലൈസറിൽ 9 കാണിച്ചതോടുകൂടി ഇത്തരം ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയിരിക്കുകയാണ് ഡ്രൈവർ ഷിബീഷ് എന്ന് പറയുന്നത്. KSRTCയെ സംബന്ധിച്ച്, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് വ്യക്തമായി ഈ കാര്യത്തിൽ ഒരു നിലപാട് പറയാൻ കഴിയുന്നില്ല. സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. എന്താ ഇപ്പം ഉദ്യോഗസ്ഥർ പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല? അല്ല, ഇദ്ദേഹം എന്ന് പറയുന്നത് ഷിബീഷ് എന്ന് പറഞ്ഞ ആൾ ഡ്യൂട്ടിക്ക് ആളില്ലായിട്ട് നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തിയതാണ്. അദ്ദേഹം ചുമയുടെ മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഹോമിയോ തന്നെ. നമുക്കറിയാം, ഒരു ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുന്നത് 30% കൂടുതലുണ്ടെങ്കിൽ മാത്രമുള്ള അദ്ദേഹം മദ്യപാനിയാണെന്ന് സ്ഥിരീകരിക്കുള്ളൂ. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഇതിലുള്ള നിയമമായിട്ട് മാറിയിട്ടുള്ളത്. ഇത് 0.9 കാണിക്കുന്നത്. ഈ ഒരു സംവിധാനം വെച്ചിട്ട് ഇദ്ദേഹത്തെ ഇന്ന് നിരവധി ചാനലുകൾ അദ്ദേഹത്തെ എടുത്ത് കാണിക്കുകയും ഇദ്ദേഹം മദ്യപിച്ചതായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. അദ്ദേഹത്തിന് ഇത് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തെ രക്തപരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരവാദിത്വം തെളിയിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുക്കണം. അത് തീർച്ചയായും കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ രക്തം പരിശോധിക്കാനുള്ള സംവിധാനം ഈ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുണ്ടാവണം. അല്ലാതെ ഒരാളെ കുറ്റവാളി എന്ന് മുദ്രകുത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം. രക്തം പരിശോധിക്കട്ടെ. ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. അരുൺ, ഷിബീഷ് നേരത്തെ ഹോമിയോ മരുന്ന് കഴിക്കാറില്ലേ? അപ്പോൾ ഇങ്ങനെ ബ്രീത്ത് അനലൈസർ വഴി ഊതുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടാവാറില്ല? ഇല്ല, നേരത്തെ അല്ല. ഇതിപ്പോൾ ഇന്നലെ ആണ് എനിക്ക് പനി വന്നത്, അസുഖം. അപ്പോൾ ഞാൻ ജോലിക്ക് വരുന്നില്ല. അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ആളില്ലാത്ത കാരണം ഞാൻ ഈ മരുന്ന് കുടിച്ച് അസുഖം ഭേദമായതുകൊണ്ടാണ് ഞാൻ വരുന്നത് തന്നെ. 1 മണിക്കൂർ വിട്ടുള്ള ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമ ഇങ്ങനെയൊക്കെ ചുമ ഉള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ഞാനാണ് ഇത് ഊതിയപ്പോൾ ഈ പ്രശ്നം വന്നത്. ഇനിയിപ്പോൾ എന്താ പരാതിയായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇതിനുള്ള എനിക്ക് എൻ്റെ മാനം പോവുകയും ചെയ്തു. അതുമല്ല, ജോലിയിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് വേണ്ടി നല്ലൊരു നടപടി മാനേജ്മെന്റ് ഉണ്ടാവുന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. നിരപരാധിയാണെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ സ്റ്റേഷൻ മാസ്റ്റർ. ഈ പറഞ്ഞതുപോലെ 0.9 വരുന്നത് ഏതെങ്കിലും മരുന്നൊക്കെ കഴിച്ചാൽ, ആൽക്കഹോൾ കണ്ടന്റുള്ള മരുന്നൊക്കെ കഴിച്ചാൽ വരാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കണ്ടേ? മാനുഷികമായിട്ട് നിലപാട് ആവശ്യമുണ്ടല്ലോ ഈ ഘട്ടത്തിൽ.
തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം നേരത്തെ നമ്മൾ വന്ന ഘട്ടത്തിൽ തന്നെ ആ മരുന്നൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഹോമിയോ മരുന്നുകൾ നേരത്തെ തന്നെ മണാശ്ശേരിയിൽ നിന്നുള്ള ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് ഇദ്ദേഹം കഴിക്കുന്നത്. അതൊക്കെ കൈവശം ഉണ്ട് താനും. അതുകൊണ്ട് ഈ മരുന്നിൻ്റേത് തന്നെ ആകും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് ജീവിതത്തിൽ ഇന്നവരെ മദ്യപിച്ചിട്ടില്ല. കഴിക്കുന്ന ഗുളികകളാണ് 1 മണിക്കൂർ 3-4 നേരം കഴിക്കുന്നത്. ഈ ഗുളികകളാണ് ഞാൻ കഴിച്ചത്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. അരുൺ, ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ്. അതേസമയം തന്നെ KSRTC ചെയ്യുന്ന ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധനകളെ നമ്മൾ ഒരു തരത്തിലും മോശമാക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നല്ല പറയുന്നത്. അതിനപ്പുറത്ത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരിശോധനയിലേക്കൊക്കെ പോകേണ്ടി വരും. ആ പരിശോധനയ്ക്ക് ഇപ്പം തന്നെ പോവോ? എങ്ങനെയാണ് പോവാൻ തയ്യാറാണ്, പക്ഷേ ഇവർ കൊണ്ടുപോകണം. അവർ കൊണ്ടുപോകുന്നില്ല. പക്ഷേ അവർ പറയുന്നത് അവർക്ക് കൊണ്ടുപോകാൻ പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അതിനുള്ള പോകുമ്പോഴേ അവർ അല്ല, ഞങ്ങൾ പോയാൽ അവർ പരിശോധിച്ച് തരില്ല. ഹോസ്പിറ്റലിൽ ഈ 9 പോയിന്റ് കൊണ്ട് ചെന്നാൽ പരിശോധിക്കില്ല. പോലീസ് പറയുന്ന 30 കൂടുതലുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ നിരാശ തെളിയിക്കണമെങ്കിൽ എന്നെ മെഡിക്കൽ എടുക്കേണ്ട വേണം ഇന്ന്. അപ്പോൾ ഇവരത് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കണം. ശിബീഷ് ഇപ്പം അകത്തുമല്ല പുറത്തുമല്ലാത്ത അവസ്ഥ. ഞാൻ അകത്തുമല്ല പുറത്തല്ല. ഇപ്പോൾ ജോലിയിൽ നിന്ന് പുറത്തു പോയി ജോലി കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാത്തിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് അരുൺ അദ്ദേഹത്തിന് ഇപ്പോൾ നിരപരാധിത്വം തെളിയിക്കേണ്ടതുണ്ട്. അത് തെളിയിക്കണമെങ്കിൽ സ്വമേധയാ പോയി രക്തപരിശോധന എന്നുള്ളത് അത്ര കണ്ട് സാധ്യമാകാത്ത സ്ഥിതിവിശേഷമുണ്ട്. അതേസമയം തന്നെ KSRTCയുടെ ഭാഗത്ത് നിന്ന് അവരുടേതായ രീതിയിലുള്ള മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് KSRTC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നുള്ളത് മാത്രമാണ് ഒരു വ്യക്തതയില്ലാതെ തുടരുന്നത്. നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ ഒന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിലപാട് കൂടി ഒന്ന് ചോദിക്കാം. ദീപക്, നമ്മൾ മിനിസ്റ്റർ KB ഗണേഷ് കുമാറിനെ വിളിക്കുന്നുണ്ട്. ഈ വിവരം തിരുവനന്തപുരം ബ്യൂറോയും കൂടി ഒന്ന് ഏറ്റെടുക്കും. നമുക്ക് എന്തായാലും നിരപരാധിയായ ഒരു ആളെ എങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ.